കണ്ണപുരം റിജിത്ത് വധക്കേസിൽ പ്രതികളായ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം 1,10,000 രൂപ പിഴയൊടുക്കാനും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. 2005 ഒക്ടോബർ 3-നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 19 വർഷങ്ങൾക്കും 9 മാസത്തിനും ശേഷമാണ് ഇപ്പോൾ ഈ റിജിത്ത് വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷാവിധി കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. എല്ലാ പ്രതികൾക്കും, ഈ കേസിൽ ഉൾപ്പെട്ട 9 പ്രതികൾക്കും, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് 1,10,000 രൂപ പിഴയൊടുക്കാനും കോടതി വിധിയിൽ പറയുന്നുണ്ട്. വധശ്രമത്തിന് 10 വർഷം കഠിന തടവ്, അന്യായമായി സംഘം ചേരലിന് 6 മാസം തടവ്, സംഘം ചേർന്ന് ലഹളയുണ്ടാക്കിയതിന് 2 വർഷം, തടഞ്ഞുവെക്കലിന് 1 മാസം തടവ് എന്നിങ്ങനെയാണ് ഈ ജീവപര്യന്തത്തിന് പുറമെയുള്ള തടവ് ശിക്ഷ ലഭിക്കുക. അതോടൊപ്പം തന്നെ ആയുധം കൈവശം വെച്ച കുറ്റത്തിന് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും 10-ാം പ്രതിക്കും 3 വർഷം തടവ് കൂടിയുണ്ട്. ഈ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വർഷങ്ങൾ നീണ്ട നിയമ വിചാരണയ്ക്കൊടുവിൽ 19 വർഷവും 3 മാസവും നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. നീതിപൂർവമായ വിധിയാണ് വൈകിയാണെങ്കിലും റിജിത്തിന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. ജീവപര്യന്തം തടവാണ് മുഴുവൻ പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. അതുകൂടാതെ മറ്റു വകുപ്പുകൾ പ്രകാരവും കഠിന തടവുകൾ ഉണ്ടായിട്ടുണ്ട്. 307-ാം വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 324 എല്ലാ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ട കുറ്റക്കാരാണെന്ന് കണ്ടിരിക്കുന്ന എല്ലാ വകുപ്പുകൾ പ്രകാരവും നൽകാൻ പറ്റുന്ന മാക്സിമം പണിഷ്മെൻറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. കാരണം 324-ാം വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവ് നൽകിയിട്ടുണ്ട്. അതിൽ 343-ൽ മാത്രമാണ് ഒരു മാസം ഉള്ളത്. മറ്റ് 143 പ്രകാരം 6 മാസവും ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവർക്ക് സംഖ്യ ഈടാക്കി വരികയാണെങ്കിൽ അത് ലീഗൽ എയ്ഡ്സിന് നൽകണം എന്നുള്ള നിലയിലും വന്നിട്ടുണ്ട്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതികൾക്ക് വധശിക്ഷ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു റിജിത്തിന്റെ കുടുംബത്തിന്റെ അഭിപ്രായം. എങ്കിൽ കൂടിയും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധിയും ആശ്വാസകരമാണ് എന്നുള്ളത് റിജിത്തിന്റെ അമ്മയും സഹോദരിയും പറഞ്ഞു. നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും. RSS BJP പ്രവർത്തകരായ VV സുധാകരൻ, കൊത്തില താഴെ വീട്ടിൽ ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽകുമാർ, രാജേഷ് PP, VV ശ്രീകാന്ത്, V ശ്രീജിത്ത്, TV ഭാസ്കരൻ എന്നിവരാണ് സജീവ RSS പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ. 2005 ഒക്ടോബർ 3-ന് രാത്രി 7:45 കേസിനാസ്പദമായ സംഭവം. റിജിത്തും കൂട്ടുകാരും കൂടി വീട്ടിലേക്ക് നടന്നു പോകവേ പതിയിരുന്ന ഈ ഒരു അക്രമി സംഘം മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. വടിവാള്, കത്തി, ഇരുമ്പുവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ആക്രമിച്ചത്. റിജിത്തിനും ഒപ്പമുണ്ടായിരുന്ന 3 DYFI പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. റിജിത്ത് അങ്ങനെ 10 പേരായിരുന്നു കേസിലുണ്ടായിരുന്നത്. ഒരാൾ വിചാരണ വേളയിൽ തന്നെ മരിച്ചു. ബാക്കി 9 പേർക്കും ഇപ്പോൾ കോടതി ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.